കട്ടപ്പന സഹകരണ ആശുപത്രിയുടെ അനധികൃത കെട്ടിട നിർമ്മാണം നിയമവിധേയമാക്കി നൽകിയ നഗരസഭ മുൻ സെക്രട്ടറി ജയകുമാറിന്റെ നടപടി തെറ്റാണെന്ന് ഹൈക്കോടതി. ആശുപത്രി കെട്ടിടം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ പട്ടയം വ്യാജമാണെന്ന് കണ്ടെത്തി പട്ടയം റദ്ദ് ചെയ്ത കളക്ടറുടെ നടപടി കോടതി ശരിവെച്ചു. സംഭവത്തിൽ നിയമവിരുദ്ധ നിലപാട് സ്വീകരിച്ച സെക്രട്ടറിക്കെതിരെ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ആവശ്യപ്പെട്ടു. കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തിക്കുന്ന സഹകരണ ആശുപത്രിയുടെ കെട്ടിടമാണ് അനധികൃതമായി പണിതിരിക്കുന്നത്. സ്ഥലത്തിന്റെയും കെട്ടിടത്തിന്റെയും ഉടമ ലൂക്ക ജോസഫാണ് നിയമവ്യവസ്ഥകൾ ലംഘിച്ച് കെട്ടിടം പണിതുയർത്തിയത്. നിയമാനുസൃതമായി 3 നിലകൾക്ക് മാത്രമാണ് നഗരസഭയിൽ നിന്ന് അനുമതി നൽകിയിരുന്നത്. എന്നാൽ കെട്ടിടം 4 നിലയായി ഉയർത്തി. നഗരസഭാ കൗൺസിലോ ടൗൺ പ്ലാനറോ അറിയാതെ സെക്രട്ടറിയുടെ രഹസ്യ അനുമതിയോടെയാണ് നിർമ്മാണം നടത്തിയത്. ഇതിനെതിരെ നഗരസഭ രംഗത്ത് വരികയും 2019 മുനിസിപ്പാലിറ്റി ഏകകണ്ഠമായി സെക്രട്ടറിയുടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ സർക്കാരിന് പരാതി നൽകുകയും ചെയ്തു. ഇതിനു മുൻപ് സ്ഥലം ഉടമ ലൂക്ക തണ്ടപ്പേരി മാറി കരമടച്ചതോടെ സ്വകാര്യ വ്യക്തി കളക്ടർക്കും മേലധികാരികൾക്കും പരാതി നൽകിയിരുന്നു. തുടർന്ന് കളക്ടർ പട്ടയം റദ്ദു ചെയ്ത് നടപടി സ്വീകരിച്ചു. ഇതിനെതിരെ സ്ഥല ഉടമ ലൂക്കായും ഭാര്യയും ഹൈക്കോടതിയിൽ കേസ് നൽകി. ഈ കേസിലാണ് കളക്ടറുടെ നടപടി ശരിവെച്ചുകൊണ്ട് കോടതി വിധിച്ചത്. ഒപ്പം അനധികൃത നിർമ്മാണം നിയമവിധേയമാക്കി നൽകിയ നഗരസഭാ സെക്രട്ടറിയുടെ നിയമവിരുദ്ധ നടപടി ശരിയല്ല എന്നും ഹൈക്കോടതി വിധിച്ചു. നിയമവിരുദ്ധ നിലപാട് സ്വീകരിച്ച സെക്രട്ടറിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ആവശ്യപ്പെട്ടു. അവൾ അനധികൃതമായിട്ടാണ് ആ സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ്റെ കൈവശം എത്തിയത് അല്ലെങ്കിൽ നിലനിൽക്കുന്നത് എന്നുള്ളത് ഇന്ന് ഹൈക്കോടതി ശരിവെച്ചിരിക്കുകയാണ്. അതിനെ സംബന്ധിച്ചുള്ള വളരെയധികം ആക്ഷേപങ്ങൾ ഇതിനു മുമ്പും ഉണ്ടായിരുന്നതാണ്, മുനിസിപ്പാലിറ്റിയുടെ ശ്രദ്ധയിലും വന്നിരുന്നതാണ്. പക്ഷേ റവന്യൂ ഉദ്യോഗസ്ഥന്മാർ അതിന് ഓരോ സമയത്തും കൃത്യമായ സർട്ടിഫിക്കറ്റുകൾ കൊടുത്തുകൊണ്ടിരുന്നു എന്നുള്ളത് കൊണ്ട് നമുക്കത് പരിഗണിക്കാതിരിക്കാൻ കഴിയുമായിരുന്നില്ല. എന്തായാലും ഇത്തരത്തിൽ ഒരു വ്യാജ രേഖകളുണ്ടാക്കി അല്ലെങ്കിൽ വ്യാജ പട്ടയങ്ങളുണ്ടാക്കി സ്ഥലങ്ങൾ കൈമാറുന്ന അല്ലെങ്കിൽ സ്ഥലങ്ങൾ ഓരോരുത്തരുടെ പേരിലാക്കുന്ന ഏതോ ഒരു ലോബി നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്തരത്തിലുള്ള ലോബിക്കെതിരെ ശക്തമായ നടപടിയെടുക്കുവാനായിട്ട് ഗവൺമെൻറ് തയ്യാറാവണം. പക്ഷേ ഇവിടെ കാണുന്ന ഒരു പ്രവണത എന്താണ് എന്ന് ചോദിച്ചാൽ ഇത്തരത്തിലുള്ള ലോബികളെ എല്ലാം സംരക്ഷിക്കുന്ന ഒരു സമീപനമാണ് ഇവിടെ ഗവൺമെൻറ്റും അതുപോലെ തന്നെ ഭരിക്കുന്ന പാർട്ടിയും സ്വീകരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാം പേരിൽ പാവപ്പെട്ട സാധാരണ ആളുകളാണ് ഇതിനകത്തെല്ലാം ബലിയാടുകളായി വരുന്നത്. അതുകൊണ്ട് അത് ഈ പറയുന്ന അനധികൃത നിർമ്മാണം റെഗുലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളും ഇവരൊക്കെ തന്നെയാണ്. ഉദ്യോഗസ്ഥന്മാർ വന്നു കഴിഞ്ഞാൽ അവരെയൊക്കെ കൈക്കൂലി കൊടുത്ത് സ്വാധീനിച്ച ഇത്തരത്തിൽ നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അങ്ങനെയുള്ള ലോബികളെ നിയന്ത്രിക്കാനായിട്ട് കഴിയണമെന്നുള്ള ശക്തമായ നടപടി ഗവൺമെന്റ് സ്വീകരിക്കണം. സെക്രട്ടറിയുടെ ഇത്തരത്തിലെ വിവിധ നിയമവിരുദ്ധ നടപടികൾക്കെതിരെ നഗരസഭാ അംഗങ്ങൾ ശബ്ദമുയർത്തിയതിന് അനാവശ്യ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി നഗരസഭാ ചെയർമാൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസ് കൊടുത്ത വ്യക്തിയാണ് മുൻ സെക്രട്ടറി. രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് പരാതികളിൽ നിന്നും ഇയാൾ രക്ഷപ്പെടുകയാണെന്നും ജോയി വെട്ടിക്കുഴി പറഞ്ഞു. ജയകുമാറിനെ പോലെയുള്ള ഒരു ഉദ്യോഗസ്ഥൻ അയാളെ ഒരു മുനിസിപ്പൽ ചെയർമാനും കൗൺസിലർക്കും ഒക്കെ എതിരായി അവരെ അയോഗ്യരാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെന്റിലേക്ക് കത്ത് കൊടുക്കണമെങ്കിൽ അവരുടെയൊക്കെ ധിക്കാരം എത്ര വലുതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഹോസ്പിറ്റൽ അധികൃതർ അവരെ മുനിസിപ്പാലിറ്റിയോട് അവരുടെ ആശുപത്രി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ലൈസൻസ് വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു, നിങ്ങൾക്ക് ഇപ്പോൾ നിയമാനുസൃതമുള്ള കെട്ടിടം എത്രയാണോ അത്രയും സ്ഥലത്ത് ആശുപത്രി നടത്തുന്നതിനുള്ള പെർമിറ്റ് നമുക്ക് തരാം, അതിനപ്പുറത്തേക്ക് തരാൻ കഴിയില്ല എന്ന് പറയുകയും അവരുടെ അനധികൃതമായിട്ടുണ്ടായിരുന്ന ആ കെട്ടിടത്തിൻ്റെ പോർഷൻ ഒഴിവാക്കി നിയമാനുസൃതം ഉണ്ടായിരുന്ന പോർഷന് മാത്രമാക്കി നമ്മൾ ലൈസൻസ് കൊടുത്തു. അപ്പോൾ ആ ലൈസൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഭാഗത്ത് ആശുപത്രി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് ഹൈക്കോടതിയിൽ ഈ കേസ് വന്നപ്പോൾ അന്ന് മുനിസിപ്പൽ കൗൺസിൽ എടുത്ത ആ തീരുമാനത്തിൽ ഇത്രയും നാളായി ഗവൺമെൻറ് നടപടി എടുക്കാതിരുന്നത് ശരിയായില്ല എന്നുള്ളൊരു പരാമർശം കോടതിയിൽ ഉണ്ടായി. എന്തായാലും അന്ന് മുനിസിപ്പാലിറ്റി എടുത്ത നിലപാട് ശരിയാണ് എന്ന് ഹൈക്കോടതി അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട്. അതോടൊപ്പം വ്യാജപ്പട്ടയമുണ്ടാക്കി സ്ഥലങ്ങൾ വിൽക്കുന്ന ഒരു ലോബി തന്നെ ജില്ലയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയും സർക്കാരും ഇവരെ സംരക്ഷിക്കുകയാണെന്നും ജോയി വെട്ടിക്കുഴി കൂട്ടിച്ചേർത്തു.